വീട്ടിൽ നിന്ന് ഇതേപോലെ മുണ്ട് വേസ്റ്റ് കൊടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്ത് അവരെന്നെ സെലക്ട് ചെയ്ത് എറണാകുളത്ത് പോയിട്ട് എനിക്ക് മലയാളി മംഗ അവാർഡ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് കിരൺ ടി വിയിൽ ആങ്കറായിട്ട് കിട്ടാണ്ട് നിൽക്കുന്നു. അപ്പോഴെനിക്ക് അഭിനയിക്കാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ ഔട്ട് ഓഫ് സിലബസിൻ്റെ ഡയറക്ടർ വന്നിട്ട് നമ്മളെ വന്ന് ഓഡീഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അത് കാണാനും ഉണ്ട് സിനിമയിൽ. ഐ തിങ്ക് ഐ വാസ് വെരി ബാഡ് ഇൻ ദാറ്റ് ഫിലിം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കിരൺ ടി വി പോകുന്നു, ബാച്ചിലേഴ്സ് സെക്കൻഡ് ഇയർ കോളേജ് ചെയ്യുന്നു. നോട്ട്ബുക്കിൻ്റെ ഓഡീഷൻ വന്ന സമയത്താണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതൊന്നും കൂടെ ഇത് ചെയ്ത് നോക്കാം. ഇറ്റ് വാസ് നോട്ട് ഈസി. പക്ഷേ ഈ പൂജാ കൃഷ്ണയുമായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ആ റൈറ്റർ എന്നോട് പറഞ്ഞേ, പാർവതി ആയിട്ടല്ല, പൂജാ കൃഷ്ണേൻ്റെ ജീവിത സന്ദർഭങ്ങളായിരുന്നു പാർവതിക്കെങ്കിൽ ചിലപ്പോൾ പൂജ എടുത്ത് അതേ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു പാർവതി എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ. പിന്നെ എന്നോട് ചോദിച്ചു, പൂജയുടെ ഫേവറേറ്റ് കറി എന്തായിരിക്കും എന്ന് തോന്നുന്നു. ഡസൻറ്റ് മേക്ക് സെൻസ് ടു മീ. വാട്ട് ആർ യു ആസ്കിങ്? ഫേവറേറ്റ് ടൂത്ത് പേസ്റ്റ്? അല്ലെ പാർവതിക്കുണ്ടോ ഫേവറേറ്റ് ടൂത്ത് പേസ്റ്റ്? ആ ഉണ്ട്. അപ്പം എന്നാൽ പൂജയ്ക്ക് ഉണ്ടാവണമല്ലോ ഒരു ഫേവറേറ്റ് ടൂത്ത് പേസ്റ്റ്. അപ്പം അപ്പോൾ കോൾഗേറ്റ് ജെല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് ഹർ റിയൽ ഫ്ലഷും ബ്ലഡും ഉള്ളൊരു ശരിക്കുള്ളൊരു വ്യക്തിയാക്കി നമ്മൾ മാറ്റാം.